ചില്ലറ ചോദിച്ചതിലെ തർക്കത്തെ തുടർന്ന് കെഎസ്ആർടിസി കണ്ടക്ടർക്ക് നേരെ മർദ്ദനം. കണ്ടക്ടറുടെ കയ്യിൽ കടിച്ചു മുറിവേൽപ്പിച്ചു. ആലപ്പുഴ കോട്ടയം കെഎസ്ആർടിസി ബസ്സിലെ കണ്ടക്ടർ സജികുമാറിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും മുഖത്തും മുറിവുകളുണ്ട്. പ്രതി മുബീൻ ചുങ്കത്തെ പുന്നപ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആലപ്പുഴ കോട്ടയം റൂട്ടിലോടുന്ന ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ബസ്സിന്റെ കണ്ടക്ടർ സജികുമാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് വലിയ ചുടുകാട് ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റതെന്നുള്ളതാണ് കണ്ടക്ടർ വ്യക്തമാക്കുന്നത്. കയ്യിൽ കടിയേറ്റ മുറിവുണ്ട്. ഒപ്പം തന്നെ മുഖത്തും ഇടിച്ച് മുറിവേറ്റിട്ടുള്ള പാടുകൾ നമുക്ക് കാണാം. ഇപ്പോൾ കെഎസ്ആർടിസി ബസ് ഇപ്പോൾ ഉള്ളത് പുന്നപ്ര സ്റ്റേഷന് മുന്നിലാണ്. ഇവർ പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന്, അതായത് ഈ ആക്രമിച്ച ആളെ ഇവിടെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ബസ്സിലെ ജീവനക്കാർ തന്നെ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് തിരിയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വണ്ടി നിർത്തുമ്പോൾ ഫോണിൽ സംസാരിച്ചിട്ട് അവരോട് തന്നെ സംസാരിച്ചിട്ട് വണ്ടി കോട്ടയമാണ്, വഴി എവിടെ സ്ഥലം പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിക്കോ എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വണ്ടി വന്നിട്ട് തിരിച്ച് ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടെ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപ നോട്ട് തന്നു. ഈ ചില്ലറ ചോദിച്ച് ചില്ലറയുടെ തർക്കമാണോ പുള്ളിയെ പ്രകോപനത്തിലേക്ക് കൊണ്ടുപോയത്? അറിയില്ല, ചില്ലറയുടെ തർക്കമല്ല. 500 നോട്ട് തന്നപ്പോഴത്തേക്ക് 20 രൂപയാണ് ചേഞ്ച്. 20 രൂപ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് 20 ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 500 നോട്ടിന് അങ്ങ് തിരികെ വാങ്ങിച്ചു, തിരികെ കൊടുത്തു ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് അടുത്ത് ടിക്കറ്റിന്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ആദ്യം 500 ബാലൻസ് 450 തന്നിട്ട് 500 തരുള്ളൂ. തിരികെ വാങ്ങിച്ചിട്ട് ബാലൻസ് 450 തന്നിട്ട് 500 തരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. അവിടെ അങ്ങ് ഇറക്കി വിടാനായിട്ട് വണ്ടി ബെല്ലടിച്ചു. അവിടെ ഇറക്കി വിടാന്ന് വിചാരിച്ചു. അപ്പോൾ ബെല്ലടിച്ച സമയത്ത് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കയ്യിലിരുന്ന മെഷീനും പൈസയായിട്ട് അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തട്ടുന്ന സമയത്ത് മെഷീൻ തെറിച്ച് താഴെ പോയി. കയ്യിലിരുന്ന പൈസ എല്ലാം തെറിച്ചു പോയി. അപ്പോഴത്തേക്ക് ഞാൻ മെഷീൻ പൊട്ടിയെന്നുള്ളത് നോക്കാണ്ട് ഇറങ്ങാൻ വിട്ടില്ല. ഇറങ്ങാൻ വിടാത്ത സമയത്താണ് എന്നെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിടുകയും അവിടെ ഒരു ലേഡി അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ ആ സീറ്റിലേക്ക് ഇങ്ങനെ തള്ളിയിട്ടിട്ട് ആണ് തലയിലിടിക്കുകയും മുഖത്തിരിക്കുകയും കയ്യിൽ കടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ ഡോർ അടച്ചിട്ട് മുഖത്ത് മുറിവാണ്. അതിന്റെ പിന്നെ നേരെ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വന്ന് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു. കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടോ കടിച്ച പാടുണ്ട്. മുബീൻ എന്ന ചുങ്കം സ്വദേശിയാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഇവര് ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക്, പുന്നപ്ര പോലീസ് സ്റ്റേഷനിലേക്ക് മുബീനെ എത്തിച്ചിട്ടുണ്ട്. ഇയാൾക്ക് ആദ്യഘട്ടം മുതൽ തന്നെ ഇയാൾ ഫോണിലായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പിന്നീട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ 500 രൂപയുടെ നോട്ട് എടുത്ത് നൽകി. 20 രൂപ ടിക്കറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആ 500 രൂപ തിരികെ നൽകി. ആദ്യം ടിക്കറ്റ് തന്നതിന് ശേഷം 480 രൂപ തിരികെ തന്നാൽ 500 രൂപ അങ്ങോട്ട് നൽകാമെന്ന് പറഞ്ഞു. അത്തരത്തിൽ പ്രകോപനത്തിലേക്ക് പോവുകയും ബസ്സിൽ ബെല്ലടിച്ചു. പിന്നീട് ഇറങ്ങുന്ന സാഹചര്യം, അതായത് പ്രകോപനം കൂടിയ ഘട്ടത്തിൽ ബസ് ബെല്ലടിച്ച് ഇറങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഘട്ടത്തിലാണ് കണ്ടക്ടർ ആക്രമിക്കപ്പെട്ടതെന്നാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കടിച്ച മുറിവേറ്റ പാടുണ്ട്, മുഖത്തുമുണ്ട്, തലയ്ക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. എന്തായാലും മുബീനെ പുന്നപ്ര പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.